ഹായ് ഡിയേഴ്സ്, ലഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മുമ്പ് കൊണ്ടുവരാറുള്ള കുറേ പാറ്റേൺസ് ഉണ്ടല്ലോ, അജ്രക്ക്, പാനൽ കട്ട്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും കുറേ നാളായിട്ട് വെറൈറ്റികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എന്താ അജ്രക്കെല്ലാം വിട്ടോ, അജ്രക്ക് എന്താ കൊണ്ടുവരാത്ത, അല്ലെങ്കിൽ പാനൽ കട്ട് എന്താ കൊണ്ടുവരാത്തതെന്നൊക്കെ നമ്മളോട് എൻക്വയറി ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എപ്പോഴും പറയാം അവരോട്, നമ്മൾ എപ്പോഴും ഒരേ പാറ്റേൺസ് തന്നെ കൊണ്ടുവന്നാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറയും. അപ്പോഴും കുറേ പേർക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് അങ്ങനത്തെ കുറച്ച് പാറ്റേൺസും കൂടി ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ കുറേ കാലം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്ന അജ്രക്കിൻ്റെയും ജോർജറ്റിലേക്ക് വരുന്ന ഒരു ഐറ്റത്തിലാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൺ തന്നെ പ്രസ് ചെയ്യുക. കാരണം നമ്മൾ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നില്ല, നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ കൊടുക്കാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ ലൈക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണിക്കും. അതുമല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ. നമ്മൾ വീഡിയോ ഉള്ളതിൻ്റെ തലേ ദിവസം നമുക്ക് പിറ്റേ ദിവസം വീഡിയോ ഉണ്ടാവും എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബോറടിക്കുക അല്ലെങ്കിൽ കുറേ മെസ്സേജസ് കിട്ടും ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ല അങ്ങനത്തെ ഗ്രൂപ്പിലിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ്, നമ്മൾ ഡാമേജ് ആയ പ്രോഡക്റ്റിന് മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് COD അവൈലബിൾ അല്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട് COD. അതിൻ്റെ സിസ്റ്റത്തിനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ചതാണ്. നമുക്ക് ഡെയിലി പോസ്റ്റ് ഓഫീസിൽ ഇത്ര രൂപയുടെ സെയിൽ നടക്കണം, അല്ലെങ്കിൽ മന്ത്ലി വലിയൊരു എമൗണ്ടൊക്കെയാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ COD സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ അപ്പോൾ അതൊന്നും നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നാളെ പാക്ക് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് അയക്കുക. 2 വർക്കിംഗ് ഡേയ്സ് നമുക്ക് എടുക്കും. അല്ലാത്ത ദിവസം വീഡിയോ എടുക്കുന്ന ദിവസം പാക്കിങ്ങിനൊന്നും നടക്കാത്തതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ്. പഴയ ആൾക്കാർ ഓടിച്ച് കണ്ടാൽ മതി. നമുക്ക് നേരെ കളക്ഷൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ്. ജോർജറ്റും അജ്രക് പാറ്റേണും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ജോർജറ്റ് വരുന്നത് ഈ ബ്ലാക്ക് കളറും ഈ 6 ആക്ക് പാറ്റേൺ പോലെ പോയിട്ടില്ലേ, ഈ അജ്രക്കിൻ്റെ ഈ പോർഷൻ മാത്രം കോട്ടണിലാണ് വരുന്നത് കേട്ടോ. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു കുർത്തിയാണ്. അതുപോലെ തന്നെ ഹെവി ആയിട്ടാണ് നമ്മൾ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അല്ല സോറി, ഷുഗർ ബീഡ്സ് ആണ്, കട്ട് ബീഡ്സ് അല്ല. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു വൈഡായിട്ടുള്ളൊരു വീനെക്ക് പോലത്തെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു വീനെക്ക് പോലത്തെ പാറ്റേൺ ആണ് വരുന്നത്. സ്ലീവ് ഉൾപ്പെടെ നമുക്ക് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. സ്ലീവിനൊരു 15 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിൽ പോയതുകൊണ്ട് തന്നെ നമുക്കൊരു കുർത്തിക്ക് ഒരു ഓവറോൾ ഒരു കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 46.5 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത്, ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത്. പുറകുവശം നോർമൽ ബ്ലാക്ക് ലൈൻ പാറ്റേണിലാണ് പോകുന്നത്. ഇവിടെ മാത്രമാണ് ഈ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചറും കൂടി വരുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാതും അത്യാവശ്യം നോർമലിനേക്കാളും ഒരു ഇച്ചിരി മുന്നോട്ടുള്ള ടൈപ്പാണ്. പക്ഷെ അത് നമ്മൾ എടുത്ത് പറയില്ല, കാരണം നിങ്ങൾ എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുക്കാനാണ് നമ്മൾ പറയുക. കാരണം നമുക്ക് സൈസിൻ്റെ കേസിലൊന്നും റിട്ടേൺ ഇല്ല. അതുകൊണ്ട് ഇൻ കേസ് ഒരു ഇച്ചിരി മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാതും ഒരു പൊടിക്ക് മുന്നോട്ട് ഉണ്ട് ഇച്ചിരി. M ആണെങ്കിൽ ഒരു 39ൻ്റെ അടുത്തേക്കൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അത് മെൻഷൻ ചെയ്യില്ല. കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും. കാരണം അത് നിങ്ങൾക്ക് ഞാൻ പറയണം ബാധ്യസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വർക്ക് പോകണം. നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. സൈഡിൽ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ്. ലൈനിങ്ങിൻ്റെ എൻഡിൽ ഈ വർക്ക് സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഓക്കെ. പുറകുവശം വന്നിട്ട് ഇങ്ങനെയാണ്. ഉള്ളിൽ
ക്രേപ്പിൻ്റെ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ M2 XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. 749 ആണ്. ചിലപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ പലപ്പോഴായിട്ട് പലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിന് എപ്പോഴും ഡിമാൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ ഒരുപാട് നമ്മുടെ എന്താ പറയുക കണ്ടിട്ടുള്ള പാറ്റേൺസ്, അല്ലെങ്കിൽ ഒരുപാടൊക്കെ നമുക്ക് ഇങ്ങനെ ഫെമിലിയർ ആയിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ പല പാറ്റേൺസും ഇങ്ങനെ ബ്ലാക്കും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ അധികം ക്വാണ്ടിറ്റിക്ക് കൊണ്ടുവന്നിട്ടില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട്, അവരെ വിഷമിപ്പിക്കേണ്ട, അല്ല അവർക്ക് അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്യുക. അധികം ക്വാണ്ടിറ്റി കാണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 2 XXL 749 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് പാനൽ കട്ട് കുർത്തിയാണ്. നല്ല രസമുള്ള ഒരു നെക്ക് പാറ്റേണും അത് കഴിഞ്ഞിട്ട് നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചൈനീസ് കോളർ പോലെ വന്നിട്ട് ഇവിടെ ഒരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് ഏരിയയിൽ നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. താഴെ ഭാഗം നമുക്ക് ഓരോ പാനലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ യോക്കിൻ്റെ പാച്ച് വർക്ക്, പിന്നെ അതുപോലെ വേറൊരു പ്രിന്റ്, അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോയിട്ടുള്ള രീതിയിലാണ് പാനൽ അടിച്ച് ചെയ്തേക്കണം. നല്ല രസമുള്ള ഒരു കുർത്തിയാണ്. പാനൽ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഷേപ്പായിട്ട് കിടക്കും. കാരണം ഓരോ പാനൽസ് ആയിട്ട് നല്ല ഭംഗിക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പാനൽസ് ചെയ്യണം. പിന്നെ പാനൽ ചെയ്തിട്ട് പിന്നെ ലൈനിങ് കൂടി കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി കട്ടി തോന്നും നമുക്ക്. പക്ഷെ ഇത് നല്ല രസമായിട്ട് ഇടാൻ പറ്റും. നല്ലൊരു കളറാണ് കേട്ടോ. അത് പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. എന്നാൽ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് പിങ്ക്, എക്സാക്റ്റ് എന്ത് പിങ്ക് എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഒരു കൈൻഡ് ഓഫ് പിങ്ക് ആണ് കളർ. നല്ല ഭംഗിയുള്ള കളറാണ്. 2 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഇതാണ്. ഇതിന് കുർത്തിക്ക് ലെങ്ത് വരുന്നത് 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. സ്ലീവിന് 15 ഇഞ്ച് ലെങ്ത് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇതേ പാച്ച് വർക്ക് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ യോക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത്രയും ഭാഗം നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത്രയും ആക്ച്വലി ലൈനിങ്ങിൻ്റെ ഇത്രയും ഭാഗത്തേക്ക് ഇനി ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ഇച്ചിരി കംഫർട്ടായിട്ട് ഇടാനൊക്കെ നല്ലതും അങ്ങനെയാണ്. പിന്നെ താഴത്തേക്ക് ഇതാ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഗ്ലോസർ വ്യൂ കാണിക്കാൻ ഞാൻ എൻ്റെ അവിടെ നല്ല ഹെവി ആയിട്ട് കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിന് ചുറ്റും ഇതേ സെയിം കളറിലുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കുർത്തിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ഒരു പ്രിന്റ് പോയിട്ടുള്ളത്. ഇവിടെ ഇത് യോക്കിൻ്റെ ഈ പ്രിന്റ് തന്നെ. പിന്നെ ഇവിടെ പാനൽസ് അടിച്ചിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് പാനൽസ് മാറി മാറിയാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡോറി വെച്ച് ഷേപ്പ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. അത് പുറകു വശവും ഇങ്ങനെ തന്നെ പോകണം കേട്ടോ. ഇവിടം വരെ ഒരു പ്രിന്റ്, താഴത്തേക്ക് പാനൽ അടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പാനൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടോ ഞാൻ എടുത്ത് പറയണമെന്നില്ല. അതെങ്ങനെ ഓരോ സെപ്പറേറ്റ് പാനൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സൈസായിട്ട് മീഡിയം ടു XXL ആണ്. മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 725 ആണ് കേട്ടോ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട്. 2 നല്ല കളർ ഷെയ്ഡ്സ് ആണ്. വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു പാറ്റേണിൽ വരുന്ന കളറാണ് കേട്ടോ. അടുത്ത കളർ വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു കളറാണ്. ഇത് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ എക്സാക്റ്റ് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കളറാണ്. എപ്പോഴും കിട്ടുന്ന കളറല്ല എന്ന് പറയാൻ കാരണം അങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്ത ഇതിനൊക്കെ എക്സാക്റ്റ് കളർ ഉണ്ടാവും കേട്ടോ. ചില നമ്മൾ ഈ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഇതിൻ്റെ കളറൊക്കെ പറയണേക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചിട്ട് എനിക്കങ്ങനെ എന്താ പറയുക, അവർ പറയുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള ചില കളേഴ്സൊക്കെയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ട്, ഇതിനൊരു പോക്കറ്റ് ഉണ്ട്. പിങ്ക് കളറിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഈസി ആയിട്ടൊരു ഫോൺ ഇവിടെ ഇടാൻ പറ്റും കേട്ടോ. നല്ല ഡെപ്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ഇടാൻ പറ്റും. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 725 മാത്രമേ വരുന്നുള്ളൂ. നല്ല സ്റ്റൈല് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ കോട്ടൺ കുർത്തികളാണ് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ പുറത്ത് പോകാനൊക്കെ ആയിട്ട് ഈ ലെങ്ത്തിൽ വരുന്ന പാൻറ്റൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു പോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. 2 നല്ല കളറാണ്.
ഇതെല്ലാം നമ്മൾ ഈ പാറ്റേൺസ് ഒക്കെ ഒരുപാട് നമ്മൾ പാനൽ കട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം ലിമിറ്റഡ് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആലോചിക്കാം. കാരണം നമ്മൾ മുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ളിലൊരു ഇന്നർ വന്നിട്ട് ആ സാധനമൊന്നും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ലാത്തതാണ്. കുറേ പേര് സോൾഡ് ഔട്ട് പറഞ്ഞിട്ട് എന്നോട് പരിഭവമൊക്കെ പറഞ്ഞു പോയി, ഇനി മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പോയ കസ്റ്റമർ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. അതൊന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ടൈപ്പുള്ള ആൾക്കാരൊന്നല്ല. അപ്പൊ അവര് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് തരുന്നു. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേഗം വേഗം ഓർഡർ എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇതൊരു 3 കളർ ഷെയ്ഡ്സ് ആണ് പോയിട്ടുള്ളത്. ഒരു ബ്ലൂ, പിന്നെ ഒരു ബീജ് പോലത്തെ ഒരു കളർ, പിന്നെ ഒരു മെറൂൺ. അങ്ങനെ 3 കളേഴ്സ് ഇങ്ങനെ സൈഡ് കട്ടായിട്ട് പോലെ പോയിട്ടുണ്ട്. ഫുൾ കാന്ത ലൈൻസ് വരുന്ന കുർത്തിയാണ്. കോട്ടൺ ആണ് കുർത്തി വരുന്നത്. നല്ല രസമുള്ള സ്ക്വയർ നെക്കാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുനിപ്പ് പോലെ ഉണ്ട്. ഇത് എനിക്ക് ഇച്ചിരി വലുതാണ്. ഇതിന്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് ലാർജ് ടു 3XL സൈസ് ആണ് കേട്ടോ. ലാർജ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 40-41. ഒരു പൊടിക്ക് എല്ലാം മുന്നോട്ടാണ്. ഈ എല്ലാം മുന്നോട്ടെന്ന് പറയുന്നത് ആദ്യം വരുന്ന 3 സൈസുകൾ ഉണ്ടല്ലോ, M ആണെങ്കിൽ M, അല്ലെങ്കിൽ L ആണെങ്കിൽ അതൊക്കെ ഒരു മുടിക്ക് മുന്നോട്ടാണ്. ഏറ്റവും ലാസ്റ്റത്തെ സൈസ് ഇപ്പോൾ XXL ആണെങ്കിൽ XXL, അല്ലെങ്കിൽ 3XL ആണെങ്കിൽ 3XL. അത് മാത്രം കറക്റ്റ് സൈസാണ്. ഞാൻ എല്ലാം മെഷർ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അത് മാത്രം കറക്റ്റ് സൈസാണ്. ബാക്കി മുന്നോട്ടുള്ള സൈസുകളൊക്കെ ഒരു പൊടിക്ക് മുന്നോട്ട് തന്നെയാണ്. ഇപ്പം XL-ന് 42 വേണ്ടെങ്കിൽ 43 ഉണ്ട്. ഈ കേസിൽ, ഈ കുർത്തിയുടെ കേസിൽ ഇതിന്റെ XXL ഒരു 45ന്റെ അടുത്തേക്ക് ഉണ്ട്. 3XL വരുമ്പോൾ കറക്റ്റ് 46 ആണ്. പിന്നെ ഇത് കോട്ടൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു സൈസിന്റെ കേസ് മുന്നോട്ട് പറയാത്തത്. അത് നമുക്കൊന്ന് എങ്ങനെയോ ഒരു വടി പോലെ നിൽക്കുന്നതാണല്ലോ. ഒരു വാഷ് കഴിയുമ്പോൾ നമുക്കൊന്നും ഒതുങ്ങി കിട്ടുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കുർത്തികൾക്കും സൈസ് മുന്നോട്ടാണെങ്കിൽ പറയാത്തത് കേട്ടോ. ഇതിപ്പോൾ ലാർജ് സൈസാണ്. എനിക്ക് ഇച്ചിരി ലാർജ് എന്ന് പറയുമ്പോൾ 40-നേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട്. അതുകൊണ്ട് നെക്കൊക്കെ ഇച്ചിരി വൈഡായിട്ടാണ് വരുന്നത്. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ക്വയർ നെക്കാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കുനിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റഡ് ആണ്. ലൈനിങ്ങോട് കൂടിയ വരുന്നത്. പക്ക കോട്ടൺ കാന്ത വർക്ക് വരുന്ന കുർത്തിയാണ് കേട്ടോ. കാന്ത കുർത്തികൾക്ക് എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ള ഐറ്റമാണ്. അത് സിമ്പിളായിട്ടുള്ള കുർത്തീസും വേണമെന്നുള്ള എൻക്വയറി പ്രകാരമാണ് ഇപ്രാവശ്യം നമ്മൾ ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത്. ഇതിനകത്തൊരു ബ്ലൂ ഉണ്ട്, പിന്നെ ഈ ഒരു ക്രീം പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്, ഇപ്പുറത്തൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെയാണ് പോയിട്ടുള്ള ഫുൾ കാന്ത ലൈൻസ് പോയിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ നേരെ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങോട്ടാണെങ്കിൽ ഇത് മാത്രം ഇങ്ങോട്ട്. ഒരു പാറ്റേൺ വ്യത്യാസത്തിന് വേണ്ടി അങ്ങനെ കൊടുത്തേക്കണം. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ്. കോട്ടൻ്റെ ലൈനിങ്ങും ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പുറകുവശം ഇതേ പ്രിൻ്റാണ്. ലാർജ് മുതൽ 3XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 599 മാത്രമേ ഉള്ളൂ. ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ബേസ് ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ക്രീം കളറിൻ്റെ ബോട്ടം ഇതിന് വെയർ ചെയ്യാം, അല്ലെങ്കിൽ മെറൂൺ വേണമെങ്കിൽ വെയർ ചെയ്യാം, എന്ത് വേണമെങ്കിൽ, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്കും വെയർ ചെയ്യാം. നല്ല രസമാണ് കാണാനായിട്ട്. ഓവറോൾ നല്ല രസമാണ്. 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. അതും A-ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ. A-ലൈൻ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, സ്ലിറ്റഡ് അല്ലാണ്ട് A-ലൈനിൽ ടോപ്പ് ബോട്ടം കൊണ്ടുവരുമെന്ന് ചോദിക്കാറുണ്ട്, 3 പീസ് കൊണ്ടുവരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിയും അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 2 പീസാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കുറച്ച് പുതിയ പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റമാണ്. പാനൽ കട്ടാണ് വരുന്നത്. ഇവിടെ കണ്ടോ, ഈ 2 പ്രിന്റ് നമ്മൾ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് ഇതിങ്ങനെ ഒരു പാനൽസ് അടിച്ചാണ് ചെയ്തേക്കണേ. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല അയൺ ചെയ്ത് നല്ല ഡീസെന്റ് ആയിട്ടാണ് ഈ ഫ്ലീറ്റ്സ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം വേറൊരു പ്രിന്റിൽ ഇങ്ങനെ ചെറിയ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2 പ്രിന്റാണ് പോയിട്ടുള്ളത്. ഇതിന്റെ കളർ വന്നിട്ട് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബേസ് കണ്ടോ, ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. നല്ല രസമാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ എപ്പോഴും കിട്ടുന്ന കളേഴ്സിനെ വിട്ട് മാറി കളേഴ്സ് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടം തോന്നി. നല്ല രസമുള്ള ഒരു കളർ ചാർട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഈ ഒരു പ്രിന്റാണ് നമുക്ക് ഇതിന് ബോട്ടത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടം എന്ന് പറയുമ്പോൾ ഒരു സെമി പാരലൽ എന്ന് പറയാം, അങ്ങനത്തെ ഒരു പാൻറ്റാണ് വരുന്നത്. സ്ട്രൈറ്റ് കട്ട് എന്ന് പറയുന്ന ആ ഒരു ലെവലിനേക്കാൾ വിട്ട് നമുക്ക് പാദത്തിൻ്റെ അടുത്തേക്ക് ഇത്തിരി വിടുത്തുണ്ട്. അപ്പോൾ ഒരു സെമി പാരലൽ ടൈപ്പാണ് പാൻറ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പുറകു വശത്ത്
ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ഹൈനെക്ക് പാറ്റേണിൽ ഇങ്ങനെ കോളർ പോലെ ഹൈനെക്ക് പോലെ വന്നേക്കാണ്. എന്നിട്ട് അതിങ്ങനെ പോയിട്ട് ഇവിടുന്ന് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തേക്കാണ്. ആ ഫ്ലീറ്റ്സ് ഇങ്ങനെ അയൺ ചെയ്ത് ഡീസൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ എന്ന് പറയുന്നത്. നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറിൽ വരുന്നതാണ് വയലറ്റ്. അപ്പോൾ അതിൽ ഒരു ഡാർക്ക് വേർഷനാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ വരും. ഈ പ്രിൻ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഹൈനെക്കിൻ്റെ പോർഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാനൽ അടിച്ചിട്ട് ഇങ്ങനെ പോയേക്കാണ്. ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ അയൺ ചെയ്ത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഇവിടേക്കൊക്കെ ഈ ഒരു പ്രിൻ്റാണ് പോകുന്നത്. പുറകു വശത്തും ഈ ഒരു പ്രിൻ്റ്. നല്ല രസമുള്ളൊരു കാണാൻ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഫ്രണ്ടിൽ ആ ഒരു വർക്കാണ്. ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. താഴത്തേക്ക് കണ്ടോ ഇച്ചിരി വീതിയുള്ള ഭയങ്കര പാരലൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സെമി പാരലൽ ടൈപ്പിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു 38 റേഞ്ചാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഒരു കോട്ട് സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ. എനിക്കിപ്പോൾ നല്ല ലെങ്ത്ത് ഉണ്ട്. ചിലർ കണ്ടിട്ടില്ലേ നമ്മൾ ഏലൈൻ പോലെ ഇട്ടിട്ട് പാൻറ്റ് നല്ല ഇതിങ്ങനെ കാണാൻ കിടക്കാം. പക്ഷെ എനിക്ക് ഇച്ചിരി ലെങ്ത്ത്, എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഇട്ടാൽ നല്ല വെറൈറ്റിയിൽ നിൽക്കുന്നതാണ്. ചിലർ ഇതിന് ബോട്ടത്തിന് നമുക്ക് 39 വേണം 40 വേണം എന്നൊക്കെ പറയും. ആ റേഞ്ച് നിങ്ങൾ പിടിക്കരുത്. കാരണം ഇത് ആ ഒരു പാറ്റേണിൽ ഇടുന്നതല്ല. നല്ല രസത്തിൽ ഇങ്ങനെ പാരലായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ഇടേണ്ട ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 മാത്രമേ ഉള്ളൂ. ഏലയിൽ സ്ലിറ്റോട് കൂടിയാണ് വരുന്നത്. നല്ല ഭംഗിയിൽ ഭയങ്കര കംഫർട്ടാണ്. ഇതിന് ഉള്ളിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കോട്ടൻ്റെ സെയിം കളറിൽ വയലറ്റിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിന് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും കൂടെ വേണമെങ്കിലും ഈ ബോട്ടം വെയർ ചെയ്യാം. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ വേറെ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത്. അടുത്ത കളേഴ്സ് കാണാം. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇൻഡിഗോ ഷെയ്ഡ് എന്ന് പറയില്ലേ, നേവി ബ്ലൂവിൽ ഇൻഡിഗോ ഷെയ്ഡ് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഫീച്ചർ എല്ലാം സെയിം ആണ്. ഇങ്ങനെ ഒരു വീനെക്ക് പോലെ ഹൈനെക്ക് പോലെ കൊടുത്തിട്ട് പാനൽ കട്ട് അടിച്ച് ചെയ്തേക്കാണ്. ഈ ഭാഗം മാത്രം ഒരു ചെറിയ പ്രിന്റിന്റെ പുറകിലേക്ക് ഓൾമോസ്റ്റ് ഈ എല്ലാവിടെയും ഈ പ്രിന്റാണ് പോയിട്ടുള്ളത്. അപ്പം ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഫീച്ചർ എല്ലാം സെയിം ആണ്. ഞാൻ ഇതിൻ്റെ ബോട്ടം മാറ്റിയിട്ടില്ല. നേരത്തെ എൻ്റെ സെയിം കളർ ബോട്ടം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുള്ളതാണ്. ഇൻഡിഗോ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തികളും തന്നെ കോട്ടനാണ്. കോട്ടൺ നിങ്ങൾ എപ്പോഴും ഒരു വാഷ് കെയർ കൊടുത്ത് തന്നെ വാഷ് ചെയ്യണം. ഒന്നെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യുമോ അല്ലെങ്കിൽ എപ്പോഴും സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യണം. ഇൻഡിഗോക്കൊക്കെ നമുക്ക് ഒരിക്കലും കളർ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഒരു കോട്ടണിനും ഒരു ഡ്രസ്സിനും നമുക്ക് മാനുഫാക്ചേഴ്സ് കളർ ഗ്യാരണ്ടി തരില്ല. കാരണം അവർ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അപ്പോൾ അവരിതൊന്നും വാഷ് ചെയ്തിട്ടോ ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല തരുന്നത്. നമ്മളും ഇത് വാഷ് ചെയ്തിട്ടായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ ഡ്രസ്സുകൾ എപ്പോഴും വാഷ് കെയർ ഒക്കെ എടുത്ത് തന്നെ ചെയ്യണം. കാരണം ഇൻഡിഗോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ആ ഒരു ബ്ലോക്ക് പ്രിന്റ് വരുന്നതും അതിനകത്തൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഡൈ ഒന്നും ആയിരിക്കില്ല. നല്ല എന്താ പറയുക വെജിറ്റബിൾ ഡൈ എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ അതിനൊന്നും നമുക്ക് അവർക്കൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും കെയർ കൊടുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ എത്രത്തോളം നമ്മൾ സിമ്പിളായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്നോ അത് അത്രത്തോളം നമ്മുടെ ഡ്രസ്സ് നമുക്ക് ആ ഒരു പാറ്റേണിലും ആ ഒരു പുതുമേനും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ തല്ലിയും അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ടൊന്നും വാഷ് ചെയ്യാണ്ടിരിക്കട്ടെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ. എനിക്കിത് എല്ലാ പാറ്റേൺസും ഇപ്രാവശ്യത്തെ ടോപ്പ് ബോട്ടം സെറ്റ് ആണെങ്കിലും ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പാറ്റേൺസും നമുക്ക് കോട്ടൺ ഡ്രസ്സ് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് പുറകുവശം ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാണ് പ്രിന്റ്. ഇവിടെ കൊടുത്തിട്ടില്ല. ഈ ഒരു ചെറിയ പ്രിന്റാണ് പോയിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാ 38 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത്. ഒരു XXLിലേക്കൊക്കെ വരുമ്പോൾ 38, 39 അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. എമ്മിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 37 റേഞ്ചിലേക്കും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് അങ്ങനെ ഇടുന്ന പാറ്റേൺ ആണ്. ഇച്ചിരി കയറി നല്ല ഭംഗിയിൽ സെമി പാരലൽ ലെവലിൽ നിൽക്കുന്ന വീതിയുള്ള ടൈപ്പാണ് പാൻറ് വരുന്നത്. അങ്ങനെ തന്നെ ഇടാം. അടുത്ത കളർ കാണാം.
അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു ലെമൺ യെല്ലോ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാത്തിനും ഇവിടെ ചെറിയൊരു ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഹൈനെക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിന് നമുക്കൊരു 15 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. ഒരു എലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇതിന്റെ പാൻറ് ഞാൻ ഇച്ചിരി കയറ്റി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്ട്രക്ചറിലൊക്കെയാണ് ഇത് ഇടേണ്ടത്. ഒരു സെമി പാരലൽ ലുക്കിൽ ഇടേണ്ട ഒരു ഐറ്റമാണ്. ഇതിന് കുർത്തിക്ക് 46.5 റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് ബോട്ടം ആണെങ്കിൽ ഒരു 38 റേഞ്ചിലേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി കൂടുന്നുണ്ട്. വലിയ സൈസിലേക്ക് വരുമ്പോൾ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 38 റേഞ്ച് എന്ന് ഞാൻ ഓവറോൾ ആക്കി പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് 3 കളേഴ്സ്. 2 പീസ് സെറ്റ് ആണ് വരുന്നത്. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 മാത്രമേ വരുന്നുള്ളൂ. നല്ല രസമുള്ള ലൈനിൽ ലൈനിങ്ങോട് കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു 2 പീസ് സെറ്റാണ്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പം ഇന്നത്തെ കളക്ഷൻ ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയും നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരെണ്ണയ്ക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കൊച്ചു വലുതാവും തോറും നമ്മൾ വിചാരിക്കും അവന് ഒരു 6 മാസം ആവട്ടെ, അതാകുമ്പോൾ ഇച്ചിരി കൂടി വന്നു ഇച്ചിരി കൂടി കുറുമ്പും നമ്മുടെ കയ്യിൽ നിന്ന് മാറാത്തയൊക്കെ ഒരു സിറ്റുവേഷൻ വരും. അപ്പം എനിക്ക് തീരെ അനങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് വഴിയെ അറിയിക്കാവുന്നത്. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തൊക്കെ പുതിയ പുതിയ പാറ്റേൺസ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പാർട്ടി വെയർ തപ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാർട്ടി വെയർ കളക്ഷൻസ്, നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളോട് കൂടെ കട്ടയ്ക്ക് നിൽക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്, മറക്കണ്ട ആരും. നിങ്ങൾ നമ്മുടെ ഐറ്റം ഒന്ന് ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരാം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഗിവ് അവേ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേജ് ലിഗീസ് ഫാഷൻ ഹാൻ എന്നുള്ള പേജിന് ഒരു റിവ്യൂ കൊടുക്കുക. ഇതിനുള്ള 2 ഗിവ് അവേ ആണ്. 2 നമ്മൾ കുർത്തിയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അടുത്ത മാസം നമ്മൾ അതിൻ്റെ നറുക്കെടുപ്പ് നടത്തും. കുറേ പേരൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തന്ന എല്ലാവരോടും നന്ദി. നിങ്ങൾ നമ്മുടെ ഐറ്റം ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നിങ്ങൾക്കത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. എനിവേ, നിങ്ങൾ അയക്കാൻ പറ്റുന്നവരെല്ലാവരും അയക്കുക, ഫോട്ടോസ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.